തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാലിന്യ പ്രശ്നം രൂക്ഷം. മണക്കാട് വാർഡിൽ നിന്ന് 9 ദിവസമായി മാലിന്യം നീക്കിയിട്ടില്ല. ജൈവമാലിന്യം ഉൾപ്പെടെ വീടുകളിൽ കെട്ടിക്കിടക്കുകയാണ്. തമിഴ്നാട്ടിലേക്കുള്ള മാലിന്യ നീക്കം നിലച്ചതാണ് പ്രശ്നം രൂക്ഷമാക്കിയത്. ഇതോടെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, എന്താണ് തലസ്ഥാനത്തെ മാലിന്യ നീക്കത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലക്ഷ്മി, ഞാനിപ്പോൾ ഉള്ളത് മണക്കാട് വാർഡിലാണ്. ഈ മണക്കാട് വാർഡ് ഉൾപ്പെടെ കോർപ്പറേഷൻ പരിധിയിലെ പല വാർഡുകളിലും മാലിന്യം നീക്കം ചെയ്യാൻ പറ്റാതെ ഗുരുതരമായിട്ട് പ്രശ്നം നിലനിൽക്കുകയാണ്. പ്രധാനമായിട്ടും തമിഴ്നാട്ടിലേക്ക്, ഇവിടെ നിന്ന് തമിഴ്നാട്ടിലെ പന്നി ഫാമിലേക്കായിരുന്നു ഇവിടുത്തെ ജൈവമാലിന്യങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോയിരുന്നത്. അവിടെ ലോറികൾ തടഞ്ഞിടുന്നതും കടത്തിവിടാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഹരിതകർമ്മസേനയ്ക്ക് ഉൾപ്പെടെ വീടുകളിൽ നിന്ന് ഈ മാലിന്യങ്ങൾ ശേഖരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. പല വീടുകളിലും 9 ദിവസത്തിലധികം ഈ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന സ്ഥിതിയിലാണ്. പലരും റോട്ടിലേക്ക് വലിച്ചെറിയുന്നു ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈച്ചയും പുഴുവും ഒക്കെ അരിച്ച മാലിന്യങ്ങൾ വീട്ടിൽ എത്ര ദിവസം സൂക്ഷിക്കാനാവും എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ ചോദിക്കുന്നത്. നമുക്കൊരു വീട്ടിലേക്ക് കയറി ചെല്ലാം, ഇവിടുത്തെ സ്ഥിതിയും മറിച്ചല്ല എന്നാണ് പറയുന്നത്. ഇതാ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവരുടെ വേസ്റ്റ് ഒക്കെ ഇവിടെ വെച്ചിട്ട് കാണാം. എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് ചോദിക്കാം. ചേച്ചി, ഇവിടുന്ന് മാലിന്യം കൃത്യമായിട്ട് എടുക്കാൻ കോർപ്പറേഷൻ അധികൃതരോ അല്ലെങ്കിൽ ഹരിതകർമ്മസേനയോ എത്തുന്നില്ല. എന്താണ് അവസ്ഥ? സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഒരാഴ്ചയായി. കഴിഞ്ഞ തിങ്കളാഴ്ച എടുത്ത ശേഷം ഇപ്പം ഇന്ന് വ്യാഴാഴ്ചയായി. ഇതുവരെ വേസ്റ്റ് എടുത്തിട്ടില്ല. പ്ലാസ്റ്റിക് ആഴ്ചയിൽ ഒരിക്കൽ എടുക്കുന്നത്, അത് ബുധനാഴ്ച, അതും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും ഡമ്പായിരിക്കുകയാണ്. നമുക്ക് മാക്സിമം എത്ര വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥല സൗകര്യം കുറവായതുകൊണ്ട് ഇത് നിങ്ങൾ എടുത്താൽ മാത്രമേ നമുക്ക് ഇത് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് പുഴുവടിച്ചു കഴിഞ്ഞാൽ അത് മറ്റ് അസുഖങ്ങൾക്ക് സാഹചര്യം ഉണ്ടാക്കും. കുട്ടികൾക്ക് ആയാലും അത് നമുക്ക് അത്രയും പുഴുവെന്ന് പറയുമ്പോഴത്തേക്ക് അത് പുറത്ത് വരുന്ന സാഹചര്യം വരെ എത്തും. 5 ദിവസമൊക്കെ വരെ വേസ്റ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് മാക്സിമം ഇത് അന്നന്ന് ദിവസങ്ങളുള്ളത് നിങ്ങൾ പിറ്റേ ദിവസം വന്ന് എടുക്കുന്നതാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞ് മറ്റ് സ്മെല്ല് വരും. മെയിനാണ് അതാണെന്ന് വെച്ചാൽ പുറത്ത് സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പുഴുവെടുത്ത് എന്നാണ് എൻ്റെ അർത്ഥം. അല്ല, ഇപ്പൊ ഇതിപ്പോ ഒരാഴ്ചയായിട്ടും വേസ്റ്റ് എടുക്കാൻ വരുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത് മാനേജ് ചെയ്യുന്നത്? എന്താന്ന് വെച്ചാൽ ഞങ്ങൾ മാക്സിമം അതിലുള്ളിലുള്ള വെജിറ്റബിൾ വേസ്റ്റ് എല്ലാം ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് മാക്സിമം അത് നമുക്ക് ചെടികൾക്കൊക്കെ ഇടുകയാണ്. എന്നാലും ഫുഡ് വേസ്റ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫുഡ് വേസ്റ്റ് ഡമ്പായി തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഇരിക്കുന്തോറും അത് ചീഞ്ഞ് വേസ്റ്റ് സ്മെൽ കഷ്ടമാണ്. കാരണം നമുക്ക് അത്രയും കീപ്പ് ചെയ്യാനുള്ള സ്ഥല സൗകര്യം കൂടെ കുറവാണ്. സിറ്റിയല്ലേ, സിറ്റിക്കകത്ത് അടുത്തടുത്ത് വീടുകളാണ്. അത് ഒരു വീട്ടിലെ സ്മെല്ല് അടുത്ത വീട്ടിൽ പോയി മൊത്തത്തിൽ ഒരു എൻവിറോൺമെന്റ് മോശമായിട്ട് വരും. അത് പലയിടത്തും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വാർഡ് കൗൺസിലർ തന്നെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സമയത്ത് ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇപ്പോൾ ഈ വീട്ടിലെ ഇപ്പോൾ വീട്ടമ്മ തന്നെ പറഞ്ഞു, പല വേസ്റ്റും ഇവിടെ ചെടികൾക്ക് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പരിമിതപ്പെടുത്തുന്നത്. ഒരാഴ്ച അടക്കം ഈ വേസ്റ്റുകൾ നിലനിൽക്കുന്ന സാഹചര്യം, പലതും പുഴു അരിക്കുന്ന നിലയിൽ അടുക്കളയിൽ സൂക്ഷിക്കേണ്ടി വരുന്ന സ്ഥിതി. അപ്പോൾ നമ്മളോട് വാർഡ് കൗൺസിൽ ചെയ്യുന്നുണ്ട്. എന്താണ്, എത്ര ദിവസമായി ഇത്തരത്തിലൊരു പ്രശ്നം തുടങ്ങിയിട്ട്? നിലവിലിപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ച അല്ല 3 ആഴ്ച, ഒരു മാസം 2 ആഴ്ചക്ക് മേലെ, ഏകദേശം പറഞ്ഞു വന്നാൽ 1 മാസമാവും. പക്ഷേ ഇവിടുന്ന് ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ തുമ്പൂർ മൊഴി ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഈ വീടുകളിലെ വേസ്റ്റ് നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് ഇപ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു പരിമിതിയുണ്ട്. ഏകദേശം 32 ഉണ്ടായിരുന്നത് 32 ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ ഇനി വരുന്ന വേസ്റ്റുകൾ നമ്മൾ എവിടെ കൊണ്ടുപോകും? ഇവിടെ ഒരു ഏജൻസി കൃത്യമായിട്ട് വന്ന് അവർ എടുത്തുകൊണ്ടിരുന്നതാണ്. എന്തോ ഈ വേസ്റ്റ് തർക്കം കാരണം ആ ഏജൻസി അവർ കട്ട് ചെയ്തിരിക്കണം. പക്ഷേ ഹോട്ടൽ വേസ്റ്റുകൾ എടുക്കുന്നതിൽ ഒരു ഏജൻസിയെ നഗരസഭ അലോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഹരിതകർമ്മസേനക്ക് അല്ലെങ്കിൽ വീട്ടുകാർ എന്ത് ചെയ്യും? ഡോർ ടു ഡോർ ഡെലിവറി സംവിധാനം കൊണ്ടുവന്നത് തന്നെ ഹരിതകർമ്മസേനയാണ്. പക്ഷേ ആ കൊണ്ടുവന്ന നഗരസഭ ഇപ്പോൾ അതിനെ മാറ്റിയിട്ട് ഇപ്പോൾ പറയുന്നത് ബിന്ന് വെക്കണമെന്നാണ്. പക്ഷേ ഇവിടുത്തെ തിരുവനന്തപുരം നഗരത്തിൻ്റെ സിറ്റി ഹൃദയഭാഗത്തുള്ള വീടുകളൊക്കെ ഇടുങ്ങിയ പ്രദേശങ്ങളാണ്. ഇത് ബിന്ന് നമുക്ക് പ്രോപ്പറായിട്ട് അവർക്ക് വെക്കാൻ സാധിക്കില്ല. ഈ ബിന്ന് വെക്കുമെങ്കിൽ തന്നെ ഇവർ ഇതിന് ഇനോക്കുലമുള്ള സാധനങ്ങൾ കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ ആ വീടുകളിലേക്ക് പുഴുകൾ കയറി തുടങ്ങും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വളരെ പെട്ടെന്ന് ഇവർ ഇങ്ങനൊരു സ്റ്റോപ്പ് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ വളരെ ദുരിതത്തിലാവും. ഇവിടെ എൻ്റെ വാർഡിൽ 2 ആഴ്ചയ്ക്ക് മേലെ ഞാൻ കഴിഞ്ഞ 15-ാം തീയതി ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന കൗൺസിലിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഏജൻസി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഏജൻസി വരും, നമുക്ക് ഈ പന്നി ഫാമുള്ള ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ഏജൻസി ഉടനെ തരാമെന്ന് പറഞ്ഞല്ലാതെ ഇന്ന് വരെ അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ചോദിച്ചാൽ പറഞ്ഞ ആയി എന്നാണ് പറഞ്ഞത്. പക്ഷേ വളരെ ദുരിതമാണ് ജനങ്ങളുടെ കാര്യം. ഇപ്പം നിങ്ങൾ കണ്ടത് ഈ ഒരു വീടാണ്. പല ആൾക്കാരും വേസ്റ്റുകൾ റോഡിലേക്ക് ഡംപ് ചെയ്ത് തുടങ്ങി.
ഹരിതകർമ്മസേനക്കാർക്ക് അവർക്കൊരു ലിമിറ്റഡ് ഉണ്ട്. അവർ മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇനി അവർ കൊണ്ട് എവിടെ വെക്കുമെന്ന് അറിയത്തില്ല. കാരണം ബിന്നി ഫുള്ളായി കഴിഞ്ഞാൽ അടുത്ത ഫുഡ് വേസ്റ്റ് എടുക്കുന്ന ആൾക്കാർ അത് കൊടുക്കത്തില്ല. അതുകൊണ്ട് ജനങ്ങൾ സ്വാഭാവികമായിട്ട് വിളിക്കുന്നത് വാർഡ് കൗൺസിലർ നിധിയിൽ തന്നെയാണ്. തൊട്ടടുത്ത വാർഡുകളിലൊന്നും ഈ വിഷയങ്ങളില്ല. അപ്പോൾ എന്തുകൊണ്ട് മണക്കാട് നിങ്ങൾ കൗൺസിലറല്ലേ ഇത് ചെയ്യേണ്ടത്? പക്ഷേ ഞാനിത് നഗരസഭയെ നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരസഭ വളരെ കൃത്യതയോടുകൂടി ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത് വളരെ വിപത്തിലേക്ക് ആപത്തിലേക്ക് പോകും. വരാൻ പോകുന്നത് ആറ്റുകാൽ പൊങ്കാല പോലുള്ള തിരക്കേറിയ സമയങ്ങളിലേക്ക് നമ്മൾ നഗരം മാറാൻ പോവുകയാണ്. തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗമാണ് മണക്കാട്. ഇനി നമ്മുടെ ബിന്നിലൊരു ലിമിറ്റേഷൻ കഴിഞ്ഞു. ഈ വേസ്റ്റുകളെല്ലാം റോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നഗരസഭ അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുമ്പോൾ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് വേണം കാര്യങ്ങളിലേക്ക് കടക്കാനെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വാർഡ് വളരെ വളരെ പ്രശ്നത്തിലാണ്. ഇനി കുറച്ച് ദിവസം കൂടെ പോവുകയാണെങ്കിൽ ഈ വേസ്റ്റ് റോഡിലേക്ക് വരും. ആ റോഡിൽ നിന്ന് പിന്നെ ഞങ്ങളെല്ലാം റോഡിലിരിക്കേണ്ടി വരും. ജനങ്ങളെല്ലാം എൻ്റെ വാർഡിലെ ഏകദേശം 12-13 അസോസിയേഷൻകാരെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുക. ഒരു ലിമിറ്റിന് അപ്പുറം പോകാം. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ഈ ശാസ്താംകോയിൽ അമ്പലങ്ങളുണ്ട്. ആ പരിസരത്തേക്ക് ചെല്ലുമ്പോൾ കാണാം. അവിടെയും അവർ രാത്രി അവർക്ക് ജനങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. അവർക്ക് വീട്ടിൽ എത്ര തവണ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ചേച്ചി പറഞ്ഞ കണക്ക് ഒരു ലിമിറ്റഡ് ടൈമിൽ വെക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പുഴു ഇറങ്ങി സ്മെല്ലാവും, ഈച്ചയാവും, കൊതുവാകും. നമ്മൾ ഒരുപാട് രോഗങ്ങൾ പടർന്ന സമയങ്ങളാണ്. ഇനിയിപ്പോൾ മഴ വരുമ്പോൾ എന്ത് ചെയ്യും? അതായത് ലക്ഷ്മി, ഇതാണ് ഇവിടെ തന്നെ നിൽക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടാവും ഈച്ച ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. പല വീടുകളിലും പുഴു അരിക്കുന്ന സ്ഥിതിയാണ്. വാർഡ് കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ 2 ആഴ്ചയായി ഈ പ്രദേശങ്ങളിൽ ഈ പ്രശ്നം നിലനിൽക്കുകയാണ്. കോർപ്പറേഷൻ കാര്യക്ഷമമായി ഇടപെട്ടില്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല പോലുള്ള വലിയ ഉത്സവങ്ങൾ ഉൾപ്പെടെ നഗരഹൃദയങ്ങളിൽ വരാനിരിക്കുന്നതുമാണ്. അതുൾപ്പെടെ വരുമ്പോൾ സ്ഥിതി ഇതിലും രൂക്ഷമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് ഈ മണക്കാടുള്ള ഒരു വീട്ടിൽ മാത്രമാണ്. ഈ മണക്കാടുള്ള പല വീടുകളിലും ഇതേ സ്ഥിതിയാണ്. പല വേസ്റ്റുകളും റോഡിലേക്ക് എറിഞ്ഞു തുടങ്ങിയ ആളുകളെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സ്ഥിതിയാണ്. പലതും പുഴു അരിച്ച് അടുക്കളയിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകൾ നിൽക്കുകയാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധം പലയിടങ്ങളിൽ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു എന്ന് വാർഡ് കൗൺസിലർ തന്നെ സൂചിപ്പിക്കുന്ന സാഹചര്യവുമാണ് ഉള്ളത്. ലക്ഷ്മി, മാലിന്യ നീക്കം തലസ്ഥാനത്ത് വലിയ പ്രതിസന്ധിയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. മണക്കാട് വാർഡിൽ നിന്ന് 9 ദിവസമായിട്ട് മാലിന്യമൊന്നും നീക്കിയിട്ടില്ല. അവിടെ നിന്ന് അഞ്ജു ജയപ്രകാശാണ് അതിൻ്റെ നേർചിത്രം നമ്മളോട് പങ്കുവച്ചത്. ബിനിൽ തുടരുന്നുണ്ട്. ബിനിൽ, എന്താണ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം? ഈ ഒരു പ്രതിസന്ധി ഏത് തരത്തിൽ പരിഹരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്? ലക്ഷ്മി, ഇതിനെന്തായാലും കാര്യക്ഷമമായി ഇടപെടുമെന്നാണ് കോർപ്പറേഷൻ അറിയിക്കുന്നത്. പക്ഷേ 9 ദിവസമായി ഇതിലേക്ക് കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല. കാരണം 9 ദിവസമായി വലിയ പ്രതിസന്ധി ജനങ്ങൾ അനുഭവിക്കുകയാണ്. പ്രധാനപ്പെട്ട ഇടമെന്ന് പറയുന്നത് മണക്കാട്, അതോടൊപ്പം പേട്ട, ആറ്റുകാൽ അടക്കമുള്ള ഈ പ്രദേശങ്ങളിലാണ് സൺ ഏജൻസി നേരത്തെ ഈ വേസ്റ്റ് എടുത്തിരുന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടിലേക്ക് വേസ്റ്റ് കൊണ്ടുപോരുന്നത് സൺ ഏജൻസിയാണ് തിരുനെൽവേലിയിലേക്ക്. പക്ഷേ അവിടെ വലിയ പ്രശ്നമാവുകയും ഈ കമ്പനിയെ കരിമ്പട്ടിയിൽ പെടുത്തുകയും ചെയ്തു. അതാണ് വലിയ പ്രതിസന്ധിയിലേക്ക് പോയത്. പക്ഷേ താൽക്കാലികമായെങ്കിലും പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ഈ കോർപ്പറേഷൻ ഭാഗത്തുണ്ടായി. പക്ഷേ അത് ഹോട്ടലിൽ മാത്രം മാലിന്യം എടുക്കുന്ന രീതിയിലേക്കാണ് പോയത്. പക്ഷേ വീടുകളിലെ മാലിന്യമാണ് വലിയ പ്രതിസന്ധിയായി ആളുകൾക്ക് ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നത്. അത് പരിഹരിക്കണമെന്നാണ് ഈ ആളുകൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പോലും പക്ഷേ ആളുകൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. എന്തായാലും ഇടപെടുമെന്നാണ് കോർപ്പറേഷന്റെ ഭാഗത്ത് അറിയിപ്പ് മാത്രമാണ് ലഭിക്കുന്നത്. ഹരിതകർമ്മസേനയും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അവരും നിസ്സഹായരാണ്. ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ ബിന്നിലേക്ക് കൊണ്ടുവന്നിട്ടാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് അവർ ചോദിക്കുന്ന ചോദ്യം. എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ പ്രധാനപ്പെട്ട വാർഡുകളിലെ ആളുകൾ മുന്നോട്ട് പോകുന്നത്. ലക്ഷ്മി, മാലിന്യ നീക്കം വലിയ പ്രതിസന്ധിയായി തുടരുന്നു എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ. ഉടൻ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധികളിലേക്ക്, ഇപ്പോൾ തന്നെ പ്രതിസന്ധി ആയിട്ടുണ്ട്, അത് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പകർച്ചവ്യാധികളടക്കം പടർന്നു പിടിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അഞ്ജു ജയപ്രകാശും ബിനിൽ ലീല സാബുവാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.